ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പാട്രിയോട്ട് എന്ന മൂവിയെ പറ്റിയാണ്. നമ്മൾ ഏറെ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പം പാട്രിയോട്ട് എന്ന മൂവിയുടെ ട്രെയിലർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ മൂവിയുടെ ഡയറക്ടർ അല്ലെ റൈറ്റർ ആയിട്ടുള്ളത് മഹേഷ് നാരായണനാണ്. മഹേഷ് നാരായണൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മയുള്ളത് മാലിക് എന്ന് പറയുന്ന മൂവിയാണ് ഫഹദ് ഫാസിലിനെ വെച്ച് ചെയ്തിട്ടുള്ളത്. അതൊരു അടിപൊളി മൂവിയായിട്ട് നമ്മളെല്ലാം കണ്ടു. കുറച്ച് ഇമോഷണലി കണക്റ്റ് ആവുന്ന കുറേ സീൻസ് ഉണ്ടായിരുന്നു. കുറേ സ്ട്രഗിൾസ് ഏറി അങ്ങനത്തെ ഒരു അടിപൊളി മൂവിയായിരുന്നല്ലേ. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, നല്ല മൂവിയായിരുന്നു. സോ ഈ പടത്തിലത്തെ സ്റ്റാർ കാസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ സ്വന്തം മമ്മൂക്ക, ലാലേട്ടൻ, എഗെയിൻ ഫഹദ് ഫാസിൽ, പിന്നെ കുഞ്ചാക്ക ബോബൻ, നയൻതാര, രേവതി തുടങ്ങിയവരാണ്. പിന്നെ ഇതിൽ മ്യൂസിക് ആയിട്ട് ഉള്ളത്, അതായത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം സുഷിൻ ശ്യാമാണ്. അപ്പോൾ നമുക്കറിയാം അതായത് സുഷിൻ ശ്യാമിൻ്റെ കുറേ വർക്ക് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് പല മൂവീസിലായിട്ട്. വൺ ഓഫ് ദ നോട്ടബിൾ മൂവി മഞ്ഞുമൽ ബോയ്സ്, അങ്ങനെ ഏറെ മൂവീസുണ്ട്. സോ നമുക്ക് ഈ ഒരു നമുക്ക് പടത്തിൻ്റെ ട്രെയിലറിലോട്ട് സ്ട്രെയിറ്റ് പോവാം. എങ്ങനെയുണ്ടെന്ന് നമുക്ക് എന്നിട്ട് കണ്ടറിയാം. ഇതൊരു തുറന്നു പറച്ചിലായിട്ട് കാണണം. കുറ്റപ്പെടുത്തുന്നവരോട്, തള്ളി പറയുന്നവരോട് ധൈര്യത്തോടെ തിരിച്ചു പറയാൻ. என்னோட டேர்மில் ஆத்தரைஸ் பண்ண ஒரு சாஃப்ட்வேர், அது எப்படி சிவிலியன் கேஸுக்கு யூஸ் பண்ணுறது உங்களுக்கு நியாயமாக தோணுதா? The next revolutionary service from Shakti Solutions. Samaj Seva, the social evaluator. വ്ളോഗ് നമ്പർ 112. വിമതനാണ്. നിങ്ങളുടെ ഫോണിൽ ഒരൊറ്റ ക്ലിക്ക്. I don't know what is happening with my phone. പെരിസ്കോപ്പ് ശക്തിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എനിക്കായിരുന്നു. ഈ പ്രോഗ്രാം അവരെ സീക്രറ്റ്ലി വാച്ച് ചെയ്യുന്നുണ്ടോ? പെരിസ്കോപ്പ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാം. പ്രൈവറ്റ് സെക്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ടൂൾ. Listen, Mike, she has some sensitive information from your computer. അയക്കാൻ പാടില്ലാത്ത ഏതാണ്ട് അവൾ ലാപ്ടോപ്പിൽ നിന്ന് അയച്ചെന്നാ പോലീസ് പറയുന്നു. Is that similar to Periscope? Issue a lookout notice for Dr. Daniel James. I think my phone has been compromised. He's turned out to be a traitor. So the passenger has taken the opposite exit and he is going to the next terminal. How's that possible? ഡാനിയൽ ഒരിക്കലും ഇന്ത്യയിലേക്ക് പോവില്ല. His life is under threat there. Wherever he is, find me Daniel right now. Daniel ആ സബിൻ എന്തൊക്കെ ചെയ്തു, ആരെയൊക്കെ കണ്ടു, അതിൽ പ്ലേ ചെയ്ത വീഡിയോ, ഈച്ച് ആൻഡ് എവറിത്തിങ്. എനിക്കറിയാവുന്ന ഡാനിയലിന് ഒന്നും സംഭവിക്കില്ല. Someone is helping him. ലാലേട്ടൻ ഞങ്ങളുടെ സൗഹൃദം തുടങ്ങിയിട്ട് ഇന്നേ വരെ ഡാനി എന്നോടൊരു സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ ചോദിക്കാതെ സഹായിക്കുന്നതല്ലേ സാർ ഒരു ഫൗജിയുടെ രീതി. Keep it low. I need redemption. നമ്മൾ ഒരുമിച്ചല്ലേടാ എല്ലാം തുടങ്ങിയത്. Do we have a deal? He's a fucking trained bastard. ಸರ್, ನೀವು ಟೆರರಿಸ್ಟಾ ಪೊಲೀಸಾ? Patriot. ഫ്രണ്ട്സ്, നമ്മൾ ട്രെയിലർ കണ്ടു കഴിഞ്ഞു. ട്രെയിലർ കണ്ടിട്ട് എനിക്കിഷ്ടമായി. അതായത് കുറേ നല്ല നല്ല സീൻസ് ഉണ്ട്. അതായത് ഓരോ ഷോട്ട് എടുത്തേക്കുന്നത്, അതിൻ്റെ സിനിമാറ്റോഗ്രാഫി, വിച്ച് മീൻസ് ഷോട്ട് എടുത്തേക്കുന്ന രീതി, പിന്നെ അവർ
നമുക്ക് ഇപ്പോൾ ഫുള്ളി പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ടേ അവരെ പറഞ്ഞു വന്ന രീതി എന്തോ ഒരു നിഗൂഢതകൾ ഒളിഞ്ഞിരിത്തിട്ട് അതിനെ കണ്ടുപിടിക്കാൻ പോകുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു കൊച്ചിൻ്റെ സീനുണ്ടല്ലോ, നമുക്കെന്തോ തുറന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സീൻ. പിന്നെ കൂടെ പെരിസ്കോപ്പിനെ പറ്റിയിട്ട് പറയുന്നൊരു ഇതുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കളികൾ മൊത്തം നടപ്പുണ്ടെന്ന് തോന്നുന്നു. ഓവറോൾ പിന്നെ നല്ല, അതായത് മമ്മൂക്ക വരുന്ന സീനിൽ ലാലേട്ടൻ്റെ, പിന്നെ കുഞ്ചാക്കോവനാണേലും ഫഹദ് ഫാസിലാണേലും ഓരോരുത്തരും ഇപ്പോൾ ഈ ട്രെയിലറിൽ തന്നെ അത്യാവശ്യം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് തിയേറ്ററിൽ പടം വന്ന് കണ്ടതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആൻഡ് ഓവറോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സ്റ്റൺസ് ഉണ്ട്, ഓരോ സീനൊക്കെ കാണിക്കുന്നതാണ് ശരി നല്ല രസമായിട്ട് തോന്നും. എനിക്ക് ഓവറോൾ ട്രെയിലർ ഇപ്പോൾ കണ്ടിട്ട് എനിക്കൊരു ഇഷ്ടമായിട്ടാണ് തോന്നിയത്, കണ്ടിട്ടൊരു രസമുണ്ട്. നിങ്ങൾക്ക് ഈ ട്രെയിലർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയെന്നുള്ള കാര്യം. അപ്പോൾ മെയ് 1-ാം തീയതിയാണ് തിയേറ്ററിൽ ഈ പടം റിലീസ് ചെയ്യുന്നതെന്നാണ് ഇവരിപ്പം പറഞ്ഞിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു കുറേ സ്റ്റാർ കാസ്റ്റ് ഇനിയുണ്ട്, ഞാൻ പറഞ്ഞതിൽ എനിക്ക് കുറച്ച് മിസ്സായി പോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം. തിയേറ്ററിൽ പടം വന്നിട്ട് നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, എൻ്റെ അഭിപ്രായം ഞാനും പറയാം. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതിനേക്കും ബൈ.